ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഷോർട്സ് വീഡിയോസ് എങ്ങനെ വൈറലാക്കാം, ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേർ ചോദിച്ച ഒരു കാര്യമാണിത്. അതിനാൽ തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി ഈ വീഡിയോ കാണുക. ഷോർട്സ് വീഡിയോസിൽ നമ്മൾ ഒരുപാട് കാലമായി കാത്തിരുന്ന ഒരു കാര്യമാണ് ഷോർട്സ് വീഡിയോസിൽ തംബ്നെയിൽ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ. നേരത്തെ നമുക്ക് സിസ്റ്റം അസൈൻ ചെയ്യുന്ന തംബ്നെയിൽ മാത്രമാണ് നമ്മുടെ ഷോർട്സ് വീഡിയോസിന് നൽകാൻ സാധിച്ചിരുന്നത്. നിലവിൽ നമുക്ക് വീഡിയോയിൽ നിന്നും തംബ്നെയിൽ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം യൂട്യൂബ് തരുന്നുണ്ട്. എന്നാൽ ഈ പുതിയ ഫീച്ചർ വച്ച് എങ്ങനെയാണ് ഷോർട്സ് വീഡിയോസ് വൈറലാക്കാൻ സാധിക്കുക എന്നത് പലർക്കും അറിയില്ല. ഈ ട്രിക്ക് എന്താണ് എന്ന് നോക്കാം. നമ്മൾ ഷോർട്സ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ആ വീഡിയോയ്ക്കുള്ളിൽ നമുക്ക് തംബ്നെയിൽ ആക്കാൻ അല്ലെങ്കിൽ ക്ലിക്ക് ബൈറ്റ് എല്ലാം കിട്ടുന്ന തരത്തിലുള്ള ഒരു തംബ്നെയിൽ സെറ്റ് ചെയ്യാനുള്ള ഒരു ചെറിയ ക്ലിപ്പ് ആഡ് ചെയ്യണം. ഇങ്ങനെ ഷോർട്സ് വീഡിയോയ്ക്കുള്ളിൽ നമ്മൾ സെറ്റ് ചെയ്ത ആ ക്ലിപ്പ് ആയിരിക്കണം നമ്മുടെ ഷോർട്സ് വീഡിയോയുടെ തംബ്നെയിലായി കൊടുക്കേണ്ടത്. ഒരുപാട് ക്രിയേറ്റേഴ്സ് ഇപ്പോൾ ഈ ടിപ്പ് യൂസ് ചെയ്യുകയും അതുവഴി അവരുടെ ഷോർട്സ് വീഡിയോസിന് വ്യൂസ് എല്ലാം വർദ്ധിക്കുന്നുണ്ട്. അതിനാൽ തന്നെ നിങ്ങളും നിങ്ങളുടെ ഷോർട്സ് വീഡിയോസിന് ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ എങ്ങനെയാണ് ഷോർട്സ് വീഡിയോസിന് ക്ലിക്ക് ബൈറ്റ് എല്ലാം ലഭിക്കുന്ന ഒരു തംബ്നെയിൽ സെറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ ഉദാഹരണമായി ഇവിടെ ഒരു വീഡിയോ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ടോക്കിംഗ് വീഡിയോ ആണ്. അതിനാൽ തന്നെ ഇതിൽ പ്രത്യേകിച്ച് പ്രത്യേകതകളൊന്നുമില്ല. എന്നാൽ ഇതിനു മുകളിലായി കുറച്ച് ഭാഗത്ത് ഞാൻ വൈറൽ വീഡിയോ ടിപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനാൽ തന്നെ എനിക്ക് ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് തംബ്നെയിൽ ആക്കുകയാണെങ്കിൽ ഇത് മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ വ്യൂസ് എല്ലാം കൊണ്ടുവരാൻ സാധിക്കും. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ വീഡിയോയിൽ എന്തെങ്കിലും ആരോ അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോയ്ക്ക് കൂടുതൽ വ്യൂസ് കിട്ടുവാൻ വേണ്ടി എന്തെങ്കിലും ക്രിയേറ്റീവായി എല്ലാം ആഡ് ചെയ്യാം. ഇതുവഴി നിങ്ങളുടെ ഷോർട്സ് വീഡിയോസ് വൈറൽ ആക്കാനെല്ലാം സാധിക്കും. ഇനി അടുത്ത ഒരു ട്രിക്ക്, ഇത് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടതാണ്. നിങ്ങൾ ഷോർട്സ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്യാപ്ഷൻ അല്ലെങ്കിൽ ടൈറ്റിൽ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ലഭിക്കും. ഇവിടെ നിങ്ങൾക്ക് വീഡിയോയുടെ അവസാനം മിസ്സാകരുത് അല്ലെങ്കിൽ വെയിറ്റ് ഫോർ ദി എൻഡ് എന്നെല്ലാം കൊടുക്കാം. ഇത്തരത്തിൽ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ വീഡിയോയുടെ അവസാനം എന്താണ് സംഭവിക്കുന്നത് എന്ന് വ്യൂവേഴ്സിന് അറിയാൻ ആഗ്രഹമുണ്ടാകും. അതിനാൽ തന്നെ നമ്മുടെ വീഡിയോ അവസാനം വരെ കാണുകയും ചെയ്യും. അടുത്തതായി നമ്മൾ ഷോർട്സ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ടൈറ്റിലിൽ നല്ല ടാഗ്സ് എല്ലാം യൂസ് ചെയ്യുക എന്നതാണ്. ഷോർട്സ് വീഡിയോസിന് നമ്മൾ കൊടുക്കേണ്ട കുറച്ച് ടാഗ്സ്: ഷോർട്സ്, യൂട്യൂബ് ഷോർട്സ്, ട്രെൻഡിങ് ഷോർട്സ്, ഷോർട്സ് വീഡിയോസ്, മലയാളം ഷോർട്സ്, ഷോർട്സ് മലയാളം, ഇങ്ങനെയുള്ള ടാഗ്സ് എല്ലാം നൽകാം. ഇങ്ങനെ ഹാഷ് ടാഗ് എല്ലാം നമ്മുടെ വീഡിയോയ്ക്ക് കൊടുക്കുന്നത് കാരണം നമ്മുടെ ഷോർട്സ് വീഡിയോ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനും അതുപോലെ കൂടുതൽ വ്യൂസ് എല്ലാം നമ്മുടെ ഷോർട്സ് വീഡിയോസിലേക്ക് കൊണ്ടുവരാനും സാധിക്കും. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള ഹാഷ് ടാഗ്സ് എല്ലാം നിങ്ങൾ ഷോർട്സ് വീഡിയോസിന് നൽകുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോയിൽ കാണാം.